Hello friends, welcome to Planet Y2K. ഹലോ പ്രിയ സ്നേഹിതരെ, പ്ലാനറ്റ് Y2Kയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. Dear friends, welcome back to the program. സ്നേഹിതരെ, ഈ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. Even at this moment, my friends, I believe that the Lord has a special anointing and a blessing to give you. പ്രിയ സ്നേഹിതരെ, ഈ നിമിഷത്തിലും ദൈവം നിങ്ങൾക്ക് സവിശേഷമായ ഒരു അനുഗ്രഹവും അഭിഷേകവും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. This week we're going to see that we shouldn't trust in the things of the world. കഴിഞ്ഞ ആഴ്ച ലോകത്തിലെ സംഗതികളിൽ നാം ആശ്രയം വെക്കരുത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി ധ്യാനിച്ചു. Sometimes we trust in other things that might seem to bring us success. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വിജയം കൊണ്ടുവരുന്ന സംഗതികളിൽ നാം ആശ്രയിക്കുന്നു. Some people trust in astrology. ചില വ്യക്തികൾ ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുന്നു. Some people tell them that if you change your signature, it'll bring you great wealth and great prosperity in life. ചില വ്യക്തികൾ മറ്റുള്ളവരോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഒപ്പ് മാറ്റുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും സമ്പത്തും ലഭിക്കുന്നതിന് കാരണമാകും. Look at Job in the Bible, my friend. പ്രിയ സ്നേഹിതരെ, വേദപുസ്തകത്തിലെ ഇയ്യോബിനെ നോക്കുവിൻ. When he lost all his children, all his possessions, ഇയ്യോബിനെ തന്റെ സമ്പൽ സമൃദ്ധിയും മക്കളും നഷ്ടപ്പെട്ടപ്പോൾ, when he lost his health, തന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ, his friend Bildad came to him and said in Job 8:7, ഇയ്യോബ് 8:7 അവന്റെ സുഹൃത്ത് ബിൽദാദ് വന്ന് ഇയ്യോബിനോട് ഇപ്രകാരം പറയുന്നത് നാം കാണുന്നു. he says, your beginnings might seem to be humble, but how prosperous your future will be. നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. Those words of encouragement blessed Job, ഈ പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ ഇയ്യോബിനെ അത്യധികം അനുഗ്രഹിച്ചു. and you saw how Job's end was. ഇയ്യോബിന്റെ അന്ത്യം എപ്രകാരമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. God made him so prosperous, ദൈവം ഇയ്യോബിനെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. so prosperous. അവൻ സമ്പൽ സമൃദ്ധി പ്രാപിച്ചു. That is how he wants our end to be as well, my friend. പ്രിയ സ്നേഹിതരെ, നമ്മുടെ അന്ത്യവും അപ്രകാരമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. My friends, today let us leave all the lifeless എന്റെ things. പ്രിയ സ്നേഹിതരെ, ജീവനില്ലാത്ത വസ്തുക്കളെയെല്ലാം ഇന്ന് നമുക്ക് കൈവെടിയാം. Leave all the trust on men. മനുഷ്യരിൽ ആശ്രയിക്കുന്നതെല്ലാം ഉപേക്ഷിക്കാം. As you trust in the Lord, He will make you prosperous. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ തീർച്ചയായും ദൈവം നിങ്ങളെ സമൃദ്ധീകരിക്കും. If you believe right now, will you pray with me? നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. Loving Lord Jesus, സ്നേഹവാനായ യേശുവേ, we come to your presence knowing that you're a living God, അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്നറിഞ്ഞ് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. knowing that you're watching over us all the time, അങ്ങ് എല്ലായ്പ്പോഴും ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് that you hear all our prayers, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു. just as you blessed Job, അങ്ങ് ഇയ്യോബിനെ അനുഗ്രഹിച്ചതുപോലെ, just as you blessed Abraham. അങ്ങ് അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ We pray that you will give us a prosperous future. ഞങ്ങൾക്ക് അനുഗ്രഹീതമായ ഭാവി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you, Jesus. നന്ദി യേശുവേ. We give you all the glory. സകല മഹത്വവും അങ്ങേക്ക് In കരേറ്റുന്നു. Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.